നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് അടുക്കുകയാണ്. വളരെ കുറഞ്ഞ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. കഴിഞ്ഞ തവണ പോർച്ചുഗലിനെ വേൾഡ് കപ്പിലേക്ക് കൊണ്ടുപോയ കോച്ചുണ്ടല്ലോ, നേരത്തെ അവർക്ക് യൂറോ കപ്പിലൊക്കെ കിരീടം ചൂടിക്കൊടുത്ത അതേ കോച്ച് ഫെർണാണ്ടോ സാന്റോസ്. അദ്ദേഹം ഇത്തവണത്തെ വേൾഡ് കപ്പിലെ കിരീട സാധ്യത ആർക്കൊക്കെയാണ്, ഏതൊക്കെ ടീമുകളെയാണ് നമ്മൾ ഫേവറിറ്റുകളായിട്ട് പരിഗണിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹത്തോടുള്ള ചോദ്യം, എന്താണ് അടുത്ത വേൾഡ് കപ്പിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഏത് രാജ്യക്കാരാണ്, ഏത് രാജ്യങ്ങളാണ് ഫേവറിറ്റുകളായിട്ടുള്ളത്? അതുപോലെ ഏതൊക്കെ ടീമുകൾ നിങ്ങൾ കണ്ടൻറ്റേഴ്സായിട്ട് കണക്കാക്കുന്നു ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, വേൾഡ് കപ്പ് എല്ലായ്പ്പോഴും അൺപ്രഡിക്റ്റബിളാണ്, അതുപോലെ ഹൈലി കോമ്പറ്റിറ്റീവുമാണ്. ഇപ്പോൾ നമ്മൾ ദേശീയ ടീമുകളുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പോർച്ചുഗൽ, സ്പെയിന്, ഫ്രാൻസ്, ജർമ്മനി, ഇംഗ്ലണ്ട്, ബ്രസീൽ, അർജൻറ്റീന, ഈ ടീമുകൾ വളരെ കരുത്തരാണ്. എല്ലായ്പ്പോഴും ഇവരെ നമ്മൾ ഫേവറിറ്റുകളായിട്ട് കണക്കാക്കുന്ന വെറുതെയല്ല, അവരുടെ താരങ്ങളുടെ ക്വാളിറ്റിയും അവരുടെ എക്സ്പീരിയൻസും ഒക്കെ വെച്ചുകൊണ്ടാണ്. സോ ഈ ടീമുകൾ തന്നെയാണ് ഇത്തവണയും ഫേവറിറ്റുകൾ എന്നാണ് ഞാൻ പറയുക. പിന്നെ അറബ് നാഷണൽ ടീമുകൾ നല്ല രൂപത്തിൽ ഇപ്പോൾ ഡെവലപ്പായി വരുന്നുണ്ട്. സോ അവർ ഒരു അത്ഭുത പ്രകടനം നടത്തിയേക്കാം. മൊറോക്കോയുടെ ടീം വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി അവർ സർപ്രൈസ് കാണിച്ചേക്കാം. ഈജിപ്ഷ്യൻ ദേശീയ ടീം അവരും മികച്ച രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. സോ വേൾഡ് കപ്പ് ഇത്തവണ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് വേദിയാവും എന്നെനിക്കുറപ്പുണ്ട് എന്ന് ഫെർണാണ്ടോ സാന്റോസ് പറയുന്നു. ഫെർണാണ്ടോ സാന്റോസ് പോരാട്ടങ്ങളേറെ കണ്ടയാളാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ബെഞ്ചിലിരുത്താനുള്ള ധൈര്യം കാണിച്ച കോച്ചുമാണ്. ആ കോച്ചാണ് പറയുന്നത്, ഇത്തവണത്തെ കിരീട സാധ്യതയിൽ പോർച്ചുഗലുണ്ട്, സ്പെയിനുണ്ട്, ഫ്രാൻസ് ഉണ്ട്, ഇംഗ്ലണ്ട് ഉണ്ട്, ബ്രസീലുണ്ട്, ജർമ്മനിയുണ്ട്, അർജൻറ്റീനയുണ്ട്. ആര് നേടും? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.